ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നമ്മൾ പറയും. തീർച്ചയായിട്ടും അത് ഒരു കമ്പനിയുടെ ഫൗണ്ടർക്ക് മാത്രമല്ല, എല്ലാ തൊഴിലാളികൾക്കും അത് നിർബന്ധമാണ്. തൊഴിലാളിയുടെ ഹെൽത്താണ് കമ്പനിയുടെ വെൽത്ത്. സോ മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പ് നിർബന്ധമാക്കുന്നത് എല്ലാ ഓർഗനൈസേഷനിലും നിർബന്ധമാക്കണം. അതുവഴി അറ്റൻഡൻസ് കുറയുന്നത് നമുക്ക് കുറയ്ക്കാൻ കഴിയും. എല്ലാവർക്കും വർഷത്തിലൊരിക്കൽ ഒരു മാസ്റ്റർ ഹെൽത്ത് ചെക്കപ്പിനുള്ള പ്രൊവിഷൻ നമ്മൾ നൽകണം. കൂടാതെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജും നൽകുന്നത് ഒരു തൊഴിലാളിയെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായിരിക്കും. കമ്പനിക്ക് അങ്ങനത്തരം ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത് കമ്പനിയുടെ മുകളിൽ അവർക്കൊരു സ്നേഹം കൂടുതൽ ഉണ്ടാവും. സോ മാസ്റ്റർ ഹെൽത്ത് ചെക്ക് വഴി നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ക്യൂറിനാണ് പ്രധാനം കൊടുക്കുന്നത്, കെയറിന് പ്രധാനം കൊടുക്കുന്നില്ല. പല ഡോക്ടറെ അടുത്തും നമ്മൾ പോകുന്നത് കെയറിനല്ല, ക്യൂറിനാണ്. പല്ല് വേദനിക്കുമ്പോൾ മാത്രം, പല്ല് പിടുങ്ങുന്ന സമയത്ത് മാത്രമേ ഡോക്ടറെ കാണുന്നുള്ളൂ. പല്ല് വേദന തുടങ്ങുമ്പോൾ പോലും പോകില്ല, പല്ല് പിടുങ്ങുന്ന സമയത്ത് മാത്രം ഡോക്ടറെ കാണും. അതുമാതിരി ഓരോ സമയവും ഡോക്ടറെ കാണുന്നത് ഏതെങ്കിലും രോഗത്തിന് വിമുക്തി നേടാനാണ്. എന്തുകൊണ്ടാണ് രോഗം വരുന്ന മുമ്പ് ഡോക്ടറെ കാണാൻ ശ്രമിക്കാത്തത്? അതല്ല, നമുക്ക് പ്രിവെൻറ്റീവ് കെയർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതുവഴി നമുക്ക് ഹെൽത്ത് എക്സ്പെൻസസ് കുറയ്ക്കാൻ കഴിയും. രോഗം വന്ന് ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിക്കുന്നതിനെക്കാട്ടും രോഗം വരുന്നതിന് മുമ്പ് ഒരു 6 months ഒരിക്കലെങ്കിലും ഒന്ന് ഡോക്ടറെ കാണിക്കുക, മാസ്റ്റർ ചെക്കപ്പ് വർഷത്തിലൊരിക്കൽ എടുക്കുക. ഇതെല്ലാം വന്നിട്ട് നമ്മുടെ ഹെൽത്ത് എക്സ്പെൻസസ് കുറയ്ക്കാനും കമ്പനിയുടെ ഹെൽത്ത് എക്സ്പെൻസസ് കുറയും. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കമ്പനിയിൽ കൂടാൻ കഴിയും. സോ ഹെൽത്താണ് വെൽത്ത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇത് കമ്പനി ചെയ്ത് തന്നെ ആകണം.